പത്രത്തിൽ പരസ്യം കൊടുത്ത് നന്നായി സാർ. ഒരു പാർട്ടി റെഡിയായിട്ടുണ്ട്. NRI പാർട്ടിയാ. പുള്ളിയുടെ വൈഫിന്റെ പേരിലാണ് വസ്തു വാങ്ങുന്നത്. ആരുടെ പേരിലായാലും വേണ്ടില്ല, എത്രയും വേഗം കാര്യം നടന്നാൽ മതി. അതെ വിശാൽ, ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. മാക്സിമം സ്പീഡിൽ തന്നെയാണ് ബാലമാമ കാര്യങ്ങൾ നീങ്ങുന്നത്. അഡ്വാൻസ് എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് തരാനാ ഞാനിപ്പോ വന്നത്. ഇത്ര പെട്ടെന്ന് കാര്യം നടന്നോ? അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ഞാനും അന്തപ്പെട്ടു പോയി. അതോടെ ഒരു സത്യം മനസ്സിലായി. മാന്യന്മാർക്ക് ഒരു തീരുമാനമേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ. വാക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സംശയങ്ങളുണ്ടാവില്ല. അഡ്വാൻസ് വാങ്ങിയട്ടെ, 1,00,000 രൂപ. ഇത് വാങ്ങിയിട്ട് ഒരു റെസിപ്റ്റിങ് ഒപ്പിട്ട് തരാ. അപ്പോ പ്രമാണത്തിന് താമസമുണ്ടോ? ഇല്ല, നാളെ വേണമെങ്കിൽ നാളെ, അത് നമ്മുടെ ഇഷ്ടം. തൽക്കാലം ഈ അഡ്വാൻസ് വാങ്ങിയതിന്റെ റെസിപ്റ്റ് കൊണ്ട് ചെല്ലാനാ നിർദ്ദേശം. അല്ല, ആരേ പാർട്ടി? അത് വൺ മിസ്റ്റർ ഡാനിയൽ, വലിയ കോടീശ്വരനാ. കാനഡയിലാ താമസം. അവരെന്തിനാ പിന്നെ ഇവിടെ സ്ഥലം വാങ്ങുന്നത്? കൊള്ളാം, ഇവിടെ അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടമ്മേ. ഭാര്യയുടെ പേരിലാ ഇവിടെ ബിസിനസ് നടത്തുന്നത്, കാനഡയിൽ അങ്ങേരുടെ പേരിലും. വിശാലിന് ഇവരെ എങ്ങനെ അറിയാം? ഞാനൊരിക്കൽ, അതായത് യങ് കേരളയിൽ ജോലി നോക്കുമ്പോ ഇദ്ദേഹത്തെ പറ്റിയും ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ പറ്റിയും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അന്ന് മുതൽ എന്നോട് വലിയ കാര്യാ. അത് ശരി. അപ്പോ അത് ശരിയായി. ഇതിനി അദ്ദേഹത്തെ ഏൽപ്പിക്കണം. പിന്നെ നേരെ ടൗൺ ഹാളിൽ എത്തണം. അവിടെ താരങ്ങളുടെ അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ടേ. ഫിലിം ടൈംസിന്റെ ഈ പ്രതിനിധി അവിടെ ഉണ്ടാവണം. ശരി സാർ. ശരി ആയിക്കോട്ടെ. അമ്മേ. ഒരുപാട് വേലത്തരങ്ങൾ വശമുള്ളവനാ. എന്തെങ്കിലും തിരിമറിയുണ്ടോന്ന് അറിഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു പ്രസാദേ. അല്ലേ ബാലേട്ടാ? പ്രശ്നം ഉണ്ടാവൂ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിശാലിന് എനിക്ക് വിശ്വാസാ, ചതിക്കില്ല. പാറു, പാറു, എന്താ? വീട്ടിൽ പോയിട്ട് എന്താ രമേശേട്ടാ വിശേഷങ്ങള്? ഗുഡ് ന്യൂസ് പാറു. പ്രസാദിന്റെ വസ്തുവിന്റെ ഇടപാട് ഉടനെ നടക്കും. വാങ്ങാൻ പാർട്ടിയായി. ആരാ വാങ്ങുന്നേ? ഒരു ഡാനിയൽ. അയാൾക്ക് സംശയമൊന്നുമില്ലേ പ്രസാദിന്റെ ഒപ്പിനെ പറ്റി? ഉണ്ടാവില്ല. അയാള് നേരിട്ടല്ല, ഒരു ഇടനിലക്കാരൻ വഴിയാ വസ്തു വാങ്ങുന്നത്. ഇടനിലക്കാരനെ നീ അറിയും, വിശാൽ. വിശാൽ എങ്ങനെ ഇതിൽ വന്ന് വീണു? അത് ഈ ഡാനിയൽ വിശാലിന്റെ സുഹൃത്താ. മാത്രമല്ല, വിശാൽ എന്തു പറയുന്നോ അത് ഡാനിയലിന് വിശ്വാസമാണത്രേ. വിശാലിനാണെങ്കിൽ ഇതൊരു ഡീലല്ല, പ്രസാദിനോട് പണ്ട് ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം. പിന്നെ പാർട്ടി വളരെ മാന്യനാണ്. 1,00,000 രൂപ അഡ്വാൻസ് തന്നു. എത്രയും വേഗം കച്ചവടം നടന്നിരുന്നെങ്കിൽ പ്രസാദിന്റെ കേസ് സെറ്റിലാക്കാമായിരുന്നു. അത് തീർന്ന ഒരു വലിയ തലവേദന ഒഴുകി. ഞാൻ ചായ എടുക്കാം. അമ്മ എന്തു പറയുന്നു? എല്ലാം നേരെയാവൂന്നറിഞ്ഞ് സന്തോഷിക്കാവൂല്ലേ? ആ, പിന്നെ സന്തോഷം കാണില്ലേ. ഈ ആഴ്ച നമുക്ക് അങ്ങോട്ടൊന്ന് പോണം രമേശേട്ടാ. ആ, പോകാം. പിന്നെ പ്രസാദ് ശങ്കർജി സാറിന് കൊടുത്ത ചെക്കില്ലേ, ഡവറി മടക്കി കൊടുത്തതിന്റെ ചെക്ക്, അതിപ്പോഴും ശങ്കർജി സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കുക. ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നർത്ഥം. അതെന്താ പ്രസന്റ് ചെയ്യാത്തെ? ആ,
തന്നത് തിരിച്ചെടുക്കില്ല എന്നായിരിക്കും. പക്ഷേ ചെക്ക് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട, പണമായിട്ട് എന്നെ നേരിട്ട് തിരിച്ചു കൊടുക്കണം. തീർച്ചയായും. ഡൈവോഴ്സിന് ശേഷം ഉടൻ തന്നെ സുമിത്രയുടെ വിവാഹം നടക്കുമെന്നാണല്ലോ കേട്ടുകേഴ്വി. ആ സമയത്ത് തിരിച്ചു കൊടുക്കാം. അതെ, അങ്ങനെ ചെയ്യണം. ഡൗറി വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ലെന്ന് പ്രസാദിനെ നാളെ ആരും പഴിക്കരുത്. പ്രസാദിനെ ആരും പഴിക്കില്ല. അവൻ ഇനി ഒരു ദോഷവും വരികയില്ല. ആ, മറ്റൊരു നല്ല സംഗതി കൂടി നടന്നിട്ടുണ്ട്. എന്താ രമേശേട്ടാ? പ്രസാദിനെ വകവരുത്താൻ കൊണ്ടുപിടിച്ച് ശ്രമിച്ച മഹാൻ മിസ്റ്റർ രാമോഹനില്ലേ, അവൻ ക്ലീനായിട്ട് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഈശ്വര, അവനെ ആജീവനാന്തം ജയിലിൽ തന്നെ ഇട്ടേക്കണേ. എല്ലാം കൊണ്ടും പ്രസാദിന്റെ സമയം നന്നായി വരുന്നു എന്ന് തോന്നുന്നു പാറു. ഒരു വീഴ്ചയുണ്ടായാൽ ഒരു ഉയർച്ചയും വേണ്ടേ രമേശേട്ടാ? ഒരുപാട് അനുഭവിച്ചു. ഇനി മതിയെന്ന് ഈശ്വരന് തോന്നിക്കാണും. അതെ. വരൂ വിശാൽ. എന്തായി? ഏൽപ്പിച്ച കാര്യം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. ദാ പണം സ്വീകരിച്ചതിന്റെ പ്രൂഫ്. പ്രസാദ് സാർ ഒപ്പിട്ട റിസീപ്റ്റ്. വസ്തു ആരാ വാങ്ങുന്നെന്ന് പറഞ്ഞോ? പറഞ്ഞു, പക്ഷേ അത് യമുനയല്ല, ഡാനിയൽ എന്ന ബിസിനസ് മാഗ്നറ്റാ. അത് നന്നായി. തൽക്കാലം ഞാനാണ് ഇതിന് പിന്നിലെന്ന് പ്രസാദേട്ടന് അറിയാതിരിക്കുന്നതാ ഭംഗി. പ്രസാദ് സാറിനോട് ചെയ്ത തെറ്റിന് ഇങ്ങനെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസമുണ്ട്. പ്രസാദേട്ടനോട് വിശാൽ എന്ത് തെറ്റാ ചെയ്തത്? അത് ചെറിയ തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതൊക്കെ പോട്ടെ. എന്തായാലും ഒരു അടിയന്തര ഘട്ടത്തിൽ സാറിന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചല്ലോ. അപ്പോഴേ മോളെ, നിങ്ങൾ രണ്ടാളും കേൾക്കാൻ വേണ്ടി പറയുക. രാമേട്ടന് ചില കള്ളങ്ങളൊക്കെ പറയേണ്ടി വന്നിരിക്കുക. ഒക്കെ മോക്ക് വേണ്ടിയാ. എന്താ രാമേട്ടാ? ഡാനിയൽ സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. സാറില്ലാത്തപ്പോൾ ഇവിടെ ആരൊക്കെ വരുന്നു, മോളെ ഫോണിൽ ആരൊക്കെ വിളിക്കുന്നു, സാറില്ലാത്തപ്പോൾ മോൾ എവിടെങ്കിലും പോകുന്നുണ്ടോ, എങ്കിലത് എങ്ങോട്ടൊക്കെയാ? ഈ മാതിരി ചോദ്യങ്ങളാ എന്നോട്. ഉള്ളത് പറയാൻ പറ്റുമോ? അന്നാമ്മച്ചേടത്തെ കാണാൻ പോയതാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നുണ തന്നെ ശരണം. അന്നം തരുന്ന ആളിനോടാ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നതെന്ന് ഓർക്കണം. ഇതിൻ്റെയൊക്കെ പാപം എവിടെ കൊണ്ട് കളയാനൊക്കുമോ ആവോ. നല്ല ഉദ്ദേശത്തോടെ പറയുന്ന നുണകൾ പാപമല്ല രാമേട്ട. ആ നുണ പറയുന്നവർ നരകത്തിലും പോവില്ല. എന്നൊക്കെ ചുമ്മാ തത്വം പറയാവുന്നേ ഉള്ളൂ. എന്നെങ്കിലും യമുനയുടെ രഹസ്യയാത്രയെപ്പറ്റി ഡാനിയൽ സാർ അറിഞ്ഞ ആദ്യം തെറിക്കുന്നത് എൻ്റെ പണിയായിരിക്കും, അതുറപ്പാ. എന്താ രാമേട്ടൻ പറയുന്നതൊക്കെ കേട്ട് പേടിച്ചു? പേടിക്കേണ്ട ക്യാരക്ടറാണ് വിശാൽ. ഒരു കാര്യം ശ്രദ്ധിച്ചോ? അന്നാമ്മച്ചേട്ടത്തെ പറ്റി ക്ലിയർ ആവാതെ എന്നാൽ അർത്ഥം വെച്ച് പറഞ്ഞ അതേ ആള് തന്നെയല്ലേ വസ്തു വാങ്ങാൻ പണം തന്നത്? എന്താണ് എന്നോടുള്ള ഇപ്പോഴത്തെ മനോഭാവമെന്ന് ഒട്ടും വ്യക്തമാകുന്നില്ല. പുറമേ ചിരിക്കുമ്പോ പോലും ഉള്ളിൽ ആ ചിരി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഭയം കൊണ്ടാ ഞാനിപ്പോ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത്. എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഏയ്, അപ്സെറ്റ് ആവാതിരിക്കേ.
ഒന്നും സംഭവിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും ആ വിശ്വാസം ദ്രവിച്ചുകൊണ്ടിരിക്കുക. ഹലോ, അതെ ദിലീപാണ്. യെസ് സർ. ഓക്കെ ഓക്കെ സർ, എത്തിക്കോളാം. ആരാ മോനെ? കമ്പനിന്നാ. എന്താ പ്രശ്നമൊന്നുമില്ല. ദിലീപെ, സത്യം പറ, എന്തായിരുന്നു ഫോണില്? പരിഭ്രമിക്കാനൊന്നുമില്ലമ്മേ, തിരിച്ചു ചെല്ലണമെന്ന്. ഏ അപ്പോ നമ്മൾ എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ? തിരിച്ചു ചെല്ലാൻ പറഞ്ഞാ തിരിച്ചങ്ങ് ചെല്ലണം. എന്താ നീ പറയുന്നത്? ഇപ്പോ നീ പോയാ കല്യാണം മുടങ്ങില്ലേ? അതിന് കോടതി വിധിയൊന്നും വന്നിട്ടില്ലല്ലോ അമ്മേ. വിധി വരാതെ സുമത്രയ്ക്ക് മറ്റൊരു വിവാഹം സാധ്യമല്ല. വല്ലാത്തൊരു പരീക്ഷണാണല്ലോ ഈശ്വര. ഈ വരവിനെങ്കിലും നിന്റെ കല്യാണം നടക്കുമെന്ന് അമ്മ വിചാരിച്ചു. അതും ഇല്ലാതായല്ലോ. ആ, തക്ക സമയത്ത് തന്നെ നീ വന്നു. ഒരു പ്രശ്നമുണ്ട് പ്രേം. എന്താടാ? ഗൾഫിൽ നിന്ന് MD വിളിച്ചിരുന്നു, എത്രയും പെട്ടെന്ന് തിരികെ ചെല്ലാൻ. അത് പ്രശ്നമല്ല. ലീവ് ഇനി നീട്ടാൻ പറ്റില്ല അല്ലേ? ലീവ് നീട്ടാം, പക്ഷേ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വരില്ല. ഛെ, സ്ഥലം അറബി നാടാണ് മോനെ. ഒരു ദിലീപ് പുറത്തായാൽ ആ പോസ്റ്റിന് കൈനീട്ടാൻ 1000 ദിലീപുമാർ അവിടെയുണ്ട്. എന്നെ കമ്പനിക്കല്ല, കമ്പനിയെ എനിക്കാണ് ആവശ്യം. ഇനി എന്ത് ചെയ്യുന്നാണ് ആലോചിക്കേണ്ടത്.